ഹെക്ടറിന്റെ ഉൽപാദനം 5000 കടന്നതായി MG ഇന്ത്യ 2019 സെപ്റ്റംബർ 5 പ്രഖ്യാപിച്ചിരുന്നു. ഗുജറാത്തിലെ ബറോഡയിലെ കമ്പനി പ്ലാന്റിൽ നിന്ന് ഇപ്പോൾ ചോർന്നിരിക്കുന്ന ഒരു ഫോട്ടോ ഹെക്ടറിന്റെ ഉൽപാദനം ഇപ്പോൾ 10000 കടന്നതായി വെളിപ്പെടുത്തുന്നു. ഇതിനർത്ഥം ഹെക്ടറിന്റെ ആദ്യത്തെ 5000 യൂണിറ്റുകൾ നിർമ്മിക്കാൻ കമ്പനി ഏകദേശം 3 മാസമെടുത്തു എന്നാണ്. അടുത്ത 5000 യൂണിറ്റുകൾ 1.5 മാസത്തിനുള്ളിൽ നിർമ്മിച്ചു. പുറത്തിറങ്ങിയ സമയത്ത് 1500 യൂണിറ്റ് ആയിരുന്നു വാഹനത്തിന്റെ പ്രതിമാസ ഉൽപാദനം. എന്നാൽ ആവശ്യക്കാർ ഏറിയതോടെ ഉൽപാദനം പ്രതിമാസം 3000 യൂണിറ്റായി നിർമ്മാതാക്കൾ ഉയർത്തി. SUVയുടെ കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കുന്നതിന് MG ഇന്ത്യ ഉൽപാദനം ഇനിയും വർദ്ധിപ്പിക്കും. നിലവിൽ 40,000-ലധികം ബുക്കിംഗ് ആണ് ഹെക്ടറിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ 6000 യൂണിറ്റുകൾ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിലെ കിയ മോട്ടോഴ്സിന്റെ ആദ്യ വാഹനമായ സെൽറ്റോസ് പോലെ രാജ്യത്തെ MG മോട്ടോഴ്സിൽ നിന്ന് ആദ്യത്തെ മോഡൽ കൂടിയാണ് ഹെക്ടർ. സ്റ്റൈലസ്, സൂപ്പർ, സ്മാർട്ട്, ഷാർപ്പ് എന്നീ 4 പതിപ്പുകളായിട്ടാണ് വാഗ്ദാനം ചെയ്യുന്ന 5 സീറ്റർ മിഡ് സൈഡ് SUV ആണ് MG ഹെക്ടർ. അടുത്തിടെ 40,000 രൂപ വരെ വാഹനത്തിന്റെ വില വർദ്ധിച്ചിരുന്നു. നിലവിൽ 12.48 ലക്ഷം മുതൽ 17.27 ലക്ഷം രൂപ വരെയാണ് ഹെക്ടറിന്റെ എക്സ് ഷോറൂം വില. പുറത്തിറങ്ങി ഒരു മാസത്തിനുള്ളിൽ 1508 യൂണിറ്റുകൾ വിറ്റഴിച്ചു. 2019 ഓഗസ്റ്റിൽ വിൽപ്പന 2000 മറികടന്നു. 2019 സെപ്റ്റംബറിൽ 2600 യൂണിറ്റിലധികം വിൽപ്പന ലഭിച്ചിരുന്നു. 2019 ഒക്ടോബറിൽ വിൽപ്പന 3000 യൂണിറ്റ് കടക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. വിപണിയിൽ എത്തിയത് മുതൽ ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട SUVയിൽ ഒന്നാണ് ഹെക്ടർ. വാഹന വ്യവസായം മന്ദഗതിയിലായിരിക്കുന്ന ഈ സമയത്ത് രാജ്യത്ത് MG ഹെക്ടറിന്റെ വിജയം ശ്രദ്ധേയമാണ്. ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ ശക്തമായ ചുവടുറപ്പിക്കാൻ ഹെക്ടർ കമ്പനിയെ സഹായിച്ചിട്ടുണ്ട്. ഈ അടിത്തറ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ കൂടുതൽ കാറുകൾ വിപണിയിൽ എത്തിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. രാജ്യത്ത് അടുത്തതായി MG പുറത്തിറക്കാനിരിക്കുന്ന ഓൾ ഇലക്ട്രിക് EZ SUV ആണ്. 20 ലക്ഷം രൂപയാവും വാഹനത്തിന്റെ വില. 2020 ജാനുവരിയിൽ വാഹനം വിപണിയിലെത്തും. ഹ്യുണ്ടായി കോന, വരാനിരിക്കുന്ന ടാറ്റ നെക്സോൺ EV എന്നിവയാവും MG ഇലക്ട്രിക് SUVയുടെ പ്രധാന എതിരാളികൾ. EZ EVക്ക് ശേഷം MG ഹെക്ടറിന്റെ കൂടുതൽ പ്രീമിയം വകഭേദം പുറത്തിറക്കും. മുൻവശത്തും പിൻവശത്തും പുതുക്കിയ സ്റ്റൈലിംഗുമായിട്ടാവും വാഹനം എത്തുന്നത്. ഉൾവശത്ത് 3 വരികളായി 6 സീറ്റർ ക്രമീകരണം ലഭിക്കും. ഈ പുതിയ ഹെക്ടർ പതിപ്പിനെ നിലവിലെ ഹെക്ടറിനേക്കാൾ 40 മില്ലിമീറ്റർ നീളമുള്ളതാക്കും.